അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം. നൂർ മോട്ടോഴ്സിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്കാണ് നമ്മളിപ്പോൾ ഇൻഷാല്ലാ പ്രവേശിക്കുന്നത്. ഫോർച്യൂണറുകൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഫോർച്യൂണറുകളാണ് ടയോട്ട ഫോർച്യൂണറുകളാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മളെ മെയിൻ ബ്രാൻഡ് മുത്തലിയാരെ പേരക്കുട്ടികൾ തന്നെയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ, ഇറ്റിയോസ്, ഇവയൊക്കെ നമ്മുടെ അടുത്ത് കുറവാണ്. എന്തായാലും വലിയ വണ്ടികൾ മാത്രമാണ് നമ്മുടെ അടുത്ത് ഉള്ളത്. ഇപ്പം നിലവിൽ നമ്മൾ ചെറിയ വണ്ടി വാങ്ങിയാൽ ആൾക്കാർ ചെറിയ വണ്ടിക്ക് വരില്ല. നമ്മുടെ അടുത്ത് 100 ഇന്നോവ കൊണ്ട് വെച്ചിട്ടാണ് വരുന്നത്. നമ്മളൊരു ബ്രാൻഡ് അതായി മാറി. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ പൂട്ടിയ ചാലിലെങ്ങനെയാണ് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. എന്തായാലും പടച്ചോൻ്റെ തൗഫീഖോട് കൂടിയിട്ട് അള്ളാൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ റെഡ് ബെൽ യൂസ്ഡ് കാർ നമ്മളെ സ്ഥാപനം എപ്പോഴും റെഡിയിലുണ്ട്. നമ്മൾ അവിടെ ഇൻഷാല്ലാ വീഡിയോകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ സ്റ്റാഫുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമല്ലോ. ഒരു ജനറേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മളൊരു ചേഞ്ച് വരുത്തിയിട്ടാണ് എന്ത് ചെയ്തത്, നമ്മൾ ഈ നമ്മളെ പുതിയ നൂർ മോട്ടോഴ്സ് സ്ഥാപനം നമ്മൾ എന്ത് ചെയ്ത് അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ 50 മീറ്റർ ഇപ്പുറത്താണ് നമ്മളെ നൂർ മോട്ടോഴ്സ് സ്ഥാപനം. അതായത് നിയറസ്റ്റ് പാലക്കാട് കോഴിക്കോട് ദേശീയ പാതയിൽ തന്നെ പിന്നെ ഡെലീഷ്യ ഹോട്ടലിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് റോയൽ എൻഫീൽഡ് ഷോറൂമിൻ്റെ ഓപ്പോസിറ്റിലാണ് നമ്മളെ സ്ഥാപനം ഉള്ളത്. ഗൂഗിളിൽ ലൊക്കേഷൻ ഉണ്ട്. അതുപോലെ നമ്മളെ ഇതിൽ 4 നമ്പറുകൾ നമ്മളെ വാട്സപ്പിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ കാറ്റലോഗ് ഉണ്ട് 4 നമ്പറിലും. ഈ 4 നമ്പറിലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, വിളിക്കുക. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് ഒരു 7-8 മണി വരെ വിളിക്കുക. അവർ കറക്റ്റ് മറുപടി തന്നിരിക്കും. അല്ലെങ്കിൽ എല്ലാ വണ്ടിയുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോകളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ആവശ്യക്കാരെന്ത് ചെയ്യുക, അതിൽ കയറി കാണണം. പിന്നെ അതുപോലെ നമ്മളെ വീഡിയോ പിന്നെ ഫേസ്ബുക്കിലുണ്ട്, ഇൻസ്റ്റാഗ്രാമിലുണ്ട്, യൂട്യൂബിലുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, ഒഴിവുള്ളവർ കാണുക. അല്ലെങ്കിൽ ഇനി സബ്സ്ക്രൈബ് ചെയ്താലും ഇല്ലെങ്കിലും ഒന്ന് ലൈക്കോ ഷെയറോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്താണ്ട് എന്ത് ചെയ്യുക, ഇതൊരു ഷെയർ ചെയ്താൽ എന്ത് ചെയ്യും, നമുക്കിപ്പോൾ ഒരു മുടക്കമൊന്നുമില്ല, ഒരു ബട്ടനോട് ഷെയർ ആവും. നമുക്കിപ്പോൾ അതിൽ ഇൻകമിങ്ങും അല്ല, സോറി, അതിനുള്ളൊരു വരുമാനം ഉദ്ദേശിച്ചിട്ടൊന്നും അല്ലട്ടെ പറയണ. അറ്റ മാണ്ടനും അൽഹംദുലില്ലാ അള്ളാൻ്റെ അനുഗ്രഹം കൊണ്ട് പടച്ചോൻ്റെ തൗഫീഖോട് കൂടിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള സംഗതികൾ നടന്നു പോകുന്നുണ്ട്. ഇത് ഒരുപാട് ആളുകൾ നടക്കുന്നുണ്ട്. തെണ്ടിത്തിരിഞ്ഞ് പറഞ്ഞു കൊടുത്ത് വെച്ചാണ്. പിന്നെ ഒരുപാട് ആളുകൾ വണ്ടിയും തിരഞ്ഞ് നടക്കുന്നുണ്ട്. കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള ആളുകൾ എവിടെ പോയിട്ട് നല്ലൊരു വണ്ടി എടുക്കാം വിശ്വസിച്ചിട്ട്. അതായത് ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കാനും പറ്റും, എല്ലാവരും വിശ്വസിക്കാനും പറ്റൂല, അങ്ങനെയാണല്ലോ. ഇപ്പോൾ ഈ വണ്ടി കച്ചവടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ, പിന്നെ പല ആളുകളും അവിടെയും ഇവിടെയൊക്കെ പോയി പെട്ട ആളുകളുണ്ട്. നമ്മളെടുത്താവുമ്പോൾ എന്നെ പറ്റി അറിയുന്ന, ഞാനിപ്പോൾ റോഡ് മാസ്റ്റർ ചാനലിൽ ഇപ്പോൾ ഒരു 3-3.5 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് എല്ലാ മാസവും ഓരോ വീഡിയോ ഇടുന്ന ആളാണ്. അപ്പോൾ റോഡ് മാസ്റ്റർ ചാനലിൽ കയറി കണ്ട ആളുകൾ ഒരുപാട് ആൾക്കാർ ഇപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരു പിന്നെ വിശ്വാസ്യത, പാരമ്പര്യം, ആ ഒരു സംവിധാനത്തിലൂടെ കൂടിയിട്ട് മോങ്ങത്ത് അങ്ങാടിയിൽ മാത്രം നമ്മൾ 5 കൊല്ലമായിട്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്ന ആളാണ്. സെക്കൻഡ് ഹാൻഡ് വണ്ടിൻ്റെ കച്ചവടം, പാർക്കിംഗ് സെയിലായിട്ടും പാർക്കിംഗ് സെയിൽ അല്ലാതെ നമ്മളെ വണ്ടികളും അതർ സ്റ്റേറ്റ് വണ്ടികളും എല്ലാ സംവിധാനത്തിലൂടെ കൂടി നമ്മൾ പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മളെ പുതിയ സംരംഭമാണ്. പിന്നെ പടച്ചോൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ 1 മാസമായിട്ടുള്ളൂ ഇവിടെ. ഇപ്പോൾ രണ്ടാമത് നമ്മളിവിടെ ഇനോഗ്രേഷൻ ചെയ്തിട്ട്, അപ്പോൾ നമ്മൾ 2-3 വീഡിയോ കേൾക്കാറത്. നമ്മൾ ഇതിൻ്റെ മുമ്പ് വീഡിയോ തുടങ്ങി, അന്ന് ഞങ്ങളൊരു പുതിക്ക് തുടങ്ങി 5-8 വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അന്ന് നമുക്ക് കുറേ ആളുകൾ നമ്മളെ കൂടെ ഒരുപാട് ആളുകൾ കൂടിയിന്. പിന്നെ നമുക്ക് എന്ത് ചെയ്തില്ല, അത് ഫോളോ ചെയ്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ എന്ത് ചെയ്യും, ഇത് സജീവാക്കാനുള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മളടുത്ത് ആളുകളുണ്ട്, സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ എന്താവും, സംവിധാനങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളിത് ചെയ്യുക. അപ്പോൾ പുതിയ വരുന്ന പുതിയ വണ്ടികൾ പറഞ്ഞപ്പോൾ നമ്മളൊരു 4-5 വണ്ടി വന്നാൽ എന്ത് ചെയ്യും, നമുക്ക് ഡൽഹിയിൽ നിന്നോ ബോംബെയിൽ നിന്നോ കർണാടകത്തിൽ നിന്നോ ഗുജറാത്തിൽ നിന്നോ പിന്നെ UP നിന്നോ വണ്ടി വന്നാൽ എന്ത് ചെയ്യും, 4-5 വണ്ടികൾ നമുക്ക് എന്ത് ചെയ്യുക, ആകുന്ന വണ്ടികൾ നമ്മളിങ്ങനെ കയറ്റിപ്പെടും. അപ്പോൾ ആവശ്യക്കാരിലേക്ക് ഇത് എത്തും. ആവശ്യക്കാരിലേക്ക് എത്തുമ്പോൾ ആവശ്യക്കാർ നമ്മളെ അടുത്തേക്ക് വരും. ഓലെ നമ്മൾ മാന്യമായിട്ട് എന്ത് ചെയ്യും, പരിഗണിച്ചും കൊടുക്കും. എന്തായാലും നമുക്ക് എന്ത് ചെയ്യുക, കൂടുതൽ നീട്ടിപ്പരുത്തി പറയണില്ല, ഈ വീഡിയോയിലേക്ക് പോവാം. ഫോർച്യൂണറിൻ്റെ ഡീറ്റെയിലുകൾ പറയുകയാണ്. 2013 മോഡലാണ്. നിലവിൽ 2,11,000 കിലോമീറ്റർ ഓടിയ റീ രജിസ്ട്രേഷൻ വണ്ടി. 2013 2 വീല് ഓട്ടോമാറ്റിക്, 2,11,000 കിലോമീറ്റർ ഓടിയ തേർഡ് ഓണർഷിപ്പ് വണ്ടി. നിലവിൽ നമുക്ക് പറയത്തക്ക രീതിയിലുള്ള മേജർ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. കാരണം ഈ വണ്ടി, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വണ്ടി 2 വർഷം മുമ്പ് നമ്മൾ തന്നെ കൊടുത്തതാണ്. ഇത് നാദാപുരത്തുള്ള നമ്മളൊരു കസ്റ്റമർ 2 വർഷം ഉപയോഗിച്ചതിന് ശേഷം നമ്മളെ കയ്യിൽ നിന്ന് എന്ത് ചെയ്തു, പുതിയ മോഡൽ ഫോർച്യൂണറിലേക്ക് മാറിയിട്ട് ഈ വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് നമുക്കിത് തന്നാണ്ട് പുതിയ മോഡൽ ഫോർച്യൂണർ അവർ കൊണ്ടുപോയതാണ്. അപ്പോൾ 2 കൊല്ലമായിട്ട് ഒരു ഉപയോഗിച്ച ആ ഒരു എക്സ്പീരിയൻസ് വലിയൊരു ഘടകമാണല്ലോ വണ്ടിക്ക്. നേരെ ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും കൊണ്ടുവന്നാണ്ട് ഇവിടെ നമ്പറാക്കി തന്ന കേസല്ല. എന്തായാലും 13 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. പിന്നെ ഇതിൻ്റെ മെജകൾ നമ്മളിങ്ങനെ പറയേണ്ട ആവശ്യമില്ല. 4 ടയർ ഭാഗം ഫുള്ളാണ്, ഇൻഷുറൻസ് ഫുള്ളാണ്. പിന്നെ അഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനി സീറ്റല്ല, സീറ്റ് കവറൊക്കെ പുതിയ നല്ല അടിപൊളി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടി നിലവിൽ നീറ്റ് ആൻഡ് ക്വാളിറ്റി, അതായത് ഇപ്പോൾ അങ്ങനെയാണല്ലോ, ഇപ്പോൾ നമുക്ക് 13 അപേക്ഷിച്ച് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ്. ഇത് നമ്മൾ ആസ്ക് ചെയ്യണ വില, ആസ്ക് ഒന്നും പറയണ്ട, നമ്മൾ കൊടുക്കണ വിലയാണ് പറഞ്ഞാൽ മതി, അതാവും എളുപ്പം. 12.5 റുപ്യാണ് നമ്മൾ ആസ്ക് ചെയ്യണത്. നമുക്കൊരു 12.25 റുപ്യയുടെ വേണ്ട, 12 റുപ്യ കിട്ടിയാലും എന്ത് ചെയ്യുക, 13 വണ്ടി നമുക്ക് കൊടുത്തു വിടാം. അതുപോലെ തന്നെ അടുത്ത വണ്ടിയും വൈറ്റ് കളർ തന്നെ, വെള്ള കളർ ഇപ്പോൾ നമ്മളടുത്ത് കൂടുതലുള്ള ഫോർച്യൂണറുകളൊക്കെ വെള്ള തന്നെയാണ്. അതിൽ സിൽവർ ഉണ്ട്, ഒരു ബ്ലാക്ക് ഉണ്ട്.
ബ്ലാക്ക് കേരള വണ്ടി ഉണ്ട് നമ്മളെടുത്ത് ഹൈ ക്വാളിറ്റി വണ്ടി ബ്ലാക്ക്. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം. പോളിഷ് അടയിലുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ടയോട്ടൻ്റെ വണ്ടികൾക്കാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ നോക്കണ്ട, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിളിക്കാം. നമ്മളെ നമ്പർ ഉണ്ടാവുമല്ലോ, ഒന്ന് വിളിക്കാം. നമ്മുടെ അടുത്ത് ഏതാ സ്റ്റോക്ക് ഉള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾ വന്നാൽ മതിയല്ലോ. ഇത് ഈ വീഡിയോയിൽ കാണുമ്പോൾ എന്താ പറയുക, നമ്മളിപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യും, ഓരോരുത്ത് വില കുറവ്. നമുക്ക് അനുഭവങ്ങളാണല്ലോ ഗുരു, അനുഭവം ഗുരുവാണ് ഇതിലൊക്കെ ജീവിതത്തിൽ. അപ്പോൾ നമ്മൾ ചില വണ്ടികളൊക്കെ മാക്സിമം വില കുറച്ച് കൊടുക്കും. അപ്പോൾ ആളുകൾ പറയും ഓല് പിന്നെ എന്തായാലും പറയുക റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറയ്ക്കണം, അങ്ങനെ വില, അങ്ങനെ റീച്ച് കിട്ടുന്ന ഒരു കച്ചവടത്തിൻ്റെ ആവശ്യം ഇവിടെ അല്ല. അന്നൊന്നും നമ്മളടുത്ത് കാണിച്ചു കൊടുക്കാൻ ചോയ്സുകളില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏത് വണ്ടിയും വില കുറച്ച് പറഞ്ഞാലും അത് കൊടുക്കുന്ന ഡെലിവറി വീഡിയോ അടക്കം നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരും. അല്ലെങ്കിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം പേജിലുണ്ടാവും. അതിന് നിങ്ങളാരും പേടിക്കേണ്ട. നമ്മളിപ്പോൾ എന്താ പറയുക, ഓഫറിൽ ഒരുപാട് വണ്ടികൾ നമ്മളടുത്ത് കൊടുക്കാണ്ട്. നമ്മളടുത്ത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, 1,95,000 ഉറുപ്പ്യക്കൊക്കെ നമ്മൾ ഇന്നോവ കൊടുത്തു. 1,95,000 ഉറുപ്പ്യക്ക് ഇന്നോവ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും എന്താ പറയുക, ആളുകൾ താറടിക്കും. 1,55,000 ഉറുപ്പ്യക്ക് ശരിക്കും ഒരു ഓട്ടോറിക്ഷ കിട്ടൂല ഇപ്പോൾ. അതാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യം. അപ്പോൾ 1,85,000 നമ്മൾ ഇന്നോവ കൊടുത്ത്, അതുപോലെ 2012 ഇന്നോവ നമ്മൾ കൊടുത്ത് നിങ്ങൾക്ക് അറിയാലോ, 4,85,000 നമ്മൾ ഇന്നോവ കൊടുത്ത്. ഇതൊക്കെ ഈ വിലക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താ പറയുക ആളുകൾ. അപ്പം എന്താ പറയുക, ആ ഒരു റീച്ച് കിട്ടാൻ വേണ്ടി പറയാം. നമുക്ക് റീച്ചിൻ്റെ ആവശ്യം അൽഹംദുലില്ലാഹ് അള്ളാൻ്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് റീച്ചിൻ്റെ ആവശ്യം ഇപ്പം അല്ല, ആവശ്യത്തിനുള്ള റീച്ച് ഇപ്പോൾ അല്ല തന്നണേ നമുക്ക്. അപ്പോൾ ഇത് വണ്ടിൻ്റെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. 2012 മോഡലാണ്, 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. 12 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. നിലവിൽ പിന്നെ ഫ്രണ്ടിലെ ഗ്രില്ല് ബ്ലാക്ക് ആക്കി, പിന്നെ സൈഡ് സ്കേർട്ട്, ബാക്ക് സ്കേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ നമ്മളിങ്ങനെ ഒരുപാട് പറയേണ്ട 2 വീൽ ഓട്ടോമാറ്റിക് തന്നെയാണ്. 12 മോഡൽ. ഇതിനകത്തുള്ള കിലോമീറ്റർ 1,63,000 കിലോമീറ്ററാണ് ഓടിയത്. അത് ജെന്യൂൻ ആണെന്നൊന്നും നമ്മൾ പറയേണ്ട ആരോടും, ഗ്യാരണ്ടി പറയേണ്ട, ജെന്യൂൻ ആണെന്ന് ആരോടും പറയേണ്ട. 12 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി. ഇത് നമ്മൾ ആസ്ക് ചെയ്യണ വില എന്ന് പറഞ്ഞാൽ 990. നമുക്കൊരു മാന്യമായ രീതിയിൽ ചെയ്തു കൊടുക്കുക. അതായത് ഇതൊക്കെ ടോപ്പ് വില കുറച്ചിട്ടാണ് പറയണത്. 2012 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണറൊന്നും ആ വിലക്ക് കിട്ടൂല. പിന്നെ എന്താ പറയുക, 12 4 സ്പീഡാണ് വരിക. അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലൊക്കെ പറയാം. അതായത് 4 സ്പീഡാണ് 4 ഗിയറാണ് ഓട്ടോമാറ്റിക്കലി ഇത് മാറുക. 13 ആകുമ്പോൾ 5 ഗിയർ ഉണ്ടാകും. അങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളോട് വിശദമായിട്ട് പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ പറയട്ടോ. എനിക്കതൊരു രസമാണ്. ഇത് നമ്മളൊരു വീക്ക്നെസ്, അത് പറഞ്ഞു കൊടുക്കില്ലേ, നമുക്ക് അറിയണ ഇൽമി നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആളുകൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്താൽ മതി. നമ്മളെന്ത് ചെയ്യും, ഞങ്ങൾക്ക് നോക്കും. കമൻറ്റിൽ നിങ്ങൾ പറയാം, അതിനെപ്പറ്റി നീട്ടിപ്പരത്തി നിങ്ങൾ പറഞ്ഞു തന്നെ A to Z വിശദീകരിച്ച് തരണം എന്നൊക്കെ പറഞ്ഞാൽ 100 രൂപ പറഞ്ഞു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ റെഡി, എന്തിനും റെഡിയാണ്. അടുത്ത വണ്ടി 2012 തന്നെ, 12 ആണ്, 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. അഡീഷണൽ നമ്മൾ പറയുമ്പോൾ പിന്നെ ഫ്രണ്ടിൽ പിന്നെ TRDൻ്റെ കിറ്റ്, ബാക്കിൽ TRD കിറ്റ്, പിന്നെ ഡോർ സ്കേർട്ട്, പിന്നെ GRൻ്റെ ഗ്രില്ല്, പിന്നെ നല്ല കമ്പനി സ്റ്റീരിയോ അല്ല, നല്ല മറ്റേ എന്താ പറയുക 360 ക്യാമറയും കാര്യങ്ങളൊക്കെ ഫിറ്റാക്കി നല്ല സൂപ്പർ ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന വില 2012 2 വീൽ ഓട്ടോമാറ്റിക്. ഇതൊക്കെ എന്താ പറയുക, ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക, മിനിമം ഒരു 10-25 റുപ്യ മിനിമം വരും. ഒരു വണ്ടി നമ്മൾ ബാക്കും ഫ്രണ്ടൊക്കെ പിന്നെ TRD സ്കേർട്ടും കാര്യങ്ങളൊക്കെ കയറ്റി വരുമ്പോൾ തന്നെ ഒരുപാട് പൈസ വരും. ഇത് നമ്മൾ ആവശ്യപ്പെടുന്ന വില 11.5 റുപ്യാണ്. നമുക്കൊരു 11.25 റുപ്യ വേണ്ട, 11 റുപ്യക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 11 റുപ്യക്ക് നമുക്ക് എന്ത് ചെയ്യാം, 2012 കൊടുക്കാം. അതുപോലെ 13 വണ്ടി സിൽവർ കളറിൽ 13 2 വീൽ ഓട്ടോമാറ്റിക് തന്നെ. അതായത് കൂടുതലും ഇപ്പോൾ നമ്മുടെ അടുത്ത് 2 വീൽ ഓട്ടോമാറ്റിക് ആണ്. ഇപ്പോൾ 4 വീൽ ഓട്ടോമാറ്റിക് റെഡി സ്റ്റോക്ക് റെഡിയിലില്ല, വരാനുണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. കേരള വണ്ടി ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബ്ലാക്ക് ഉണ്ട്. അതുപോലെ 4 വീൽ ഓട്ടോമാറ്റിക് ഉണ്ട്. 4x4 മാനുവൽ 2010-11 ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഇത് 13 2 വീൽ ഓട്ടോമാറ്റിക് വണ്ടി. ഇത് നമ്മൾ ആസ്ക് ചെയ്യുന്ന വില അതുപോലെ തന്നെ നമ്മൾ 12.5 റുപ്യ നമ്മൾ ആസ്ക് ചെയ്യേണ്ട ഒരു മാന്യമായ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാം. 12 2 വീൽ ഓട്ടോമാറ്റിക് 3 ഓണർഷിപ്പ് ഉള്ള വണ്ടി. 1,73,000 കിലോമീറ്ററാണ് ഇതിലുള്ളത്. അത് ജെന്യൂൻ ആണോ അല്ലേ എന്നുള്ള അതിൻ്റെ സർവീസ് ഹിസ്റ്ററി വേണമെങ്കിൽ നമുക്ക് എടുത്തു നോക്കാം. ഞാൻ എടുത്തു നോക്കിയിട്ടില്ല. ഒന്നാമതിൻ്റെ സുഹൃത്തിൻ്റെ വണ്ടി കേട്ടോ. എൻ്റെ സുഹൃത്തുണ്ട് കുഞ്ഞാപ്പൂ, നമ്മുടെ വെച്ചതാ. കുഞ്ഞാപ്പ് ഗൾഫ് പോയപ്പോൾ എന്നോട് പറഞ്ഞാൽ 100 വിറ്റാൾ ആർക്കെച്ചാൽ കൊടുത്താളാണ് 12 റുപ്യ ഇട്ടണം എന്നാണ് വെച്ച് പോയത്. അവർക്ക് ബാക്കിയൊക്കെ ഞാൻ ഓനെ വിളിച്ചായിട്ട് നിർത്തി പോക്കും. ഇവിടെ വണ്ടികളൊക്കെ കസ്റ്റമർ വണ്ടികളാണെങ്കിലും ഞാൻ മാക്സിമം കുറച്ച് വാങ്ങിക്കൊടുക്കും. ഇത് വ്യാപാരം നടക്കണമല്ലോ, വരുന്ന ആളുകൾക്ക് വണ്ടി കൊടുക്കണമല്ലോ. അപ്പോൾ അതിനുള്ളൊരു സംവിധാനം ഞാൻ ചെയ്തു കൊടുക്കും. എന്തായാലും അടുത്ത വണ്ടി 2015 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് തന്നെയാണ്. പിന്നെ GRൻ്റെ ഗ്രില്ലുണ്ട്. അതുപോലെ ഇങ്ങനെ ഓരോന്ന് ഞാൻ പറയണോ എനിക്കറിയില്ല. പിന്നെ ലെജൻഡറിൻ്റെ പിന്നെ സിഗ്മ 4ൻ്റെ പിന്നെ അലോയ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല ഒരു കുഞ്ഞാപ്പ് വണ്ടി തന്നെയാണ്. മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ മേജർ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും. മൈനറായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെന്താ പറയുക, ഇതിങ്ങനെ ഓരോന്ന് ശരിക്കും ഇത് പൊന്തിച്ച് നോക്കണമല്ലോ. മൈനറായിട്ടൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയാൻ പോടും, അല്ലെങ്കിൽ ആളുകൾ വരുമ്പോൾ ലൈവിൽ പറഞ്ഞും കൊടുക്കും. മൈനർ കേസുകളൊക്കെ സ്വാഭാവികമാണ്. ചിലപ്പോൾ ഒരു വണ്ടിൻ്റെ ബമ്പർ മാറും, ഒരു ഹെഡ്ലൈറ്റ് മാറും,
പിന്നെ ഒരു ബോണറ്റ് മാറും. അതായത് മേജർ നമ്മൾ ആക്സിഡൻ്റ് ആയിട്ട് അപ്രോണ് പോവുക, അല്ലെങ്കിൽ പിന്നെ മേജർ കേസുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഇപ്പോൾ ഒരു വണ്ടിൻ്റെ ഒരു ഫോർച്യൂണറിൻ്റെ ഒക്കെ ഒരു ബമ്പറും ഒരു ഹെഡ്ലൈറ്റും ഒരു ഗ്രില്ലും മാറുമ്പോൾ തന്നെ 1.5 ലക്ഷം റുപ്യ ക്ലെയിം വരും ഷോറൂമിൽ. കാരണം 40-45 റുപ്യ ഒരു ഹെഡ്ലൈറ്റിന് തന്നെ വില ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെയൊക്കെ കണ്ടീഷൻസ്. അപ്പോൾ ഇതിൽ മേജർ കേസുകളൊന്നുമില്ല, മൈനർ ആയിട്ടുള്ള ചെറിയ കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ 15 4 വീൽ ഓട്ടോമാറ്റിക് 15 റുപ്യാണ് നമ്മൾ 15 2 വീൽ ഓട്ടോമാറ്റിക് 15 ലക്ഷം റുപ്യാണ് നമ്മൾ ആസ്ക് ചെയ്യണത്. മാന്യമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത വണ്ടി KL71 മലപ്പുറം ജില്ലയിൽ നിലമ്പൂർക്ക് നമ്പറായ 3ാമത്തെ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇൻഷുറൻസ് 12 ലക്ഷം റുപ്യ 12.5 ലക്ഷം റുപ്യ DVL ഇൻഷുറൻസും പുതിയതുണ്ട്. പിന്നെ കിലോമീറ്റർ ഓടിയത് 1,87,000 കിലോമീറ്റർ, ജെന്യുവൻ കിലോമീറ്റർ ആണ്. സർവീസ് പ്രോപ്പർ അല്ല, അപ്പോഴൊക്കെ കമ്പനി കയറിയിട്ടുള്ളൂ. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. പിന്നെ അഡീഷണൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, ഫോർച്യൂണർ ആകുമ്പോൾ അത്യാവശ്യം ഫിറ്റിങ്സ് ഒക്കെ ഇതുമ്പോൾ തന്നെ വരുന്നതാണ്. അഡീഷണൽ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡോർ സ്കേർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി മൊത്തത്തിൽ നീറ്റ് ആൻഡ് ക്വാളിറ്റി, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. എന്തായാലും 13 2 വീല് ഓട്ടോമാറ്റിക് 3ാമത്തെ ഓണർഷിപ്പിൽ 1,87 ഓടിയ വണ്ടി. ഇത് നമ്മൾ ആസ്ക് ചെയ്യണ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12.5 റുപ്യാണ്. നമുക്ക് 12 റുപ്യക്ക് ഇതും കൊടുത്തു വിടാം, 12 റുപ്യക്ക് ഇതും കൊടുത്തു വിടാം. അതുപോലെ അടുത്ത വണ്ടി ഒരു ബെഡിച്ചില്ല വണ്ടിയാണ്. 2015 സെക്കൻഡ് ഓണർഷിപ്പിലുള്ള വണ്ടി, റീവണ്ടി തന്നെയാണ്, ഫാൻസി നമ്പറൊക്കെ ഉള്ള സെക്കൻഡ് ഓണർ വണ്ടി. കറക്റ്റ് കിലോമീറ്റർ 1,77,000 പ്രോപ്പർ സർവീസുള്ള വണ്ടി. ഇതിൻ്റെ ചങ്ങായിൻ്റെ വണ്ടിയാണ്, കസ്റ്റമർ ഉപയോഗിക്കുന്ന വണ്ടിയാണ്. ഹൈ ക്വാളിറ്റി പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി, ഫുൾ ക്വാളിറ്റി, ഫുൾ നീറ്റ് വണ്ടിയാണ്. ഒന്നും പറയാല്ല, ഒരു 50% പണി ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഒരാൾക്ക് കൊടുക്കാമല്ല, അത്രയും ക്വാളിറ്റിയാണ് വണ്ടി. സീറ്റ് കവറും കാര്യങ്ങളും എല്ലാ ഭാഗവും ഫുൾ ഫിറ്റ്. വേറെ ഒന്നും ഇപ്പോൾ ഇങ്ങനെ നമ്മൾ അഡീഷണൽ പറയണ്ടല്ലോ. എന്തായാലും പ്രോപ്പർ സർവീസുള്ള 0 ക്ലെയിമുള്ള വണ്ടി 15.5 റുപ്യ നമ്മൾ ആസ്ക് ചെയ്യണത്. മാന്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുക, കുഞ്ഞാപ്പൂനെ വിളിച്ച് വരുത്തും, കച്ചവടം ഞാൻ ചെയ്തു കൊടുക്കും. ആവശ്യക്കാരാണെങ്കിൽ നിങ്ങൾ ബന്ധോളി, വണ്ടി ഞാൻ തരും. ഏതായാലും നമ്മൾ ഫോർച്യൂണറിൻ്റെ വീഡിയോകളാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് ഈ എപ്പിസോഡിൽ കാണിച്ചത്. ഒരുപാട് ഫോർച്യൂണറുകൾ നിങ്ങൾക്ക് 2010 തൊട്ട് 15 വരെയുള്ള ഫോർച്യൂണറുകൾ, ടൈപ്പ് 1 ടൈപ്പ് 2 ഫോർച്യൂണറുകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും വീഡിയോ കാണുക, കണ്ടിട്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് നമ്മളെ കൂടെ കൂടുക. ഇതെന്ത് ചെയ്യുക, ഷെയർ ചെയ്യണം. എന്താ പറയുക, ആവശ്യക്കാർ ഇപ്പോൾ ഈ ഫോർച്യൂണറൊക്കെ എന്താ പറയുക, ഇതിനൊക്കെ ആവശ്യക്കാർ നാട്ടിലുണ്ട്. ഒരു മാനുവൽ മല കയറണമെങ്കിലും ബഹർ കയറണമെങ്കിലും ഇല്ലെങ്കിൽ മരുഭൂമിക്ക് പോകണമെങ്കിലൊക്കെ എന്ത് ചെയ്യണം, 4x4 ഒരു വണ്ടി വേണ്ട ആളുകൾക്ക് ഇത്രയും ഒരു പൈസക്ക് ചീപ്പ് റേറ്റ് അങ്ങനെ തന്നെ നമുക്ക് പറയാം. വണ്ടി നമ്മളടുത്ത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളെ പുതിയ സംരംഭമാണ്. ഇപ്പോൾ നമ്മളൊരു മാസമായിട്ടുള്ള ഇവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ മാക്സിമം കസ്റ്റമർ വന്നാൽ മാക്സിമം വില കുറച്ച് നല്ല ക്വാളിറ്റി വണ്ടി, അങ്ങനെയാണല്ലോ നമ്മളൊരു ബിസിനസ്, നമ്മളിത് പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണം, ആളുകൾ വന്ന് മാക്സിമം വില കുറച്ചിട്ട് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും വരിക, ആവശ്യക്കാർ വരിക, വിളിക്കുക, ബാക്കി കാര്യങ്ങൾ ഡീലാക്കുക. എന്തായാലും മോനെ, നമുക്ക് അടുത്തൊരു എപ്പിസോഡ് വരുന്നത് വരെ വീണ്ടും നമുക്ക് കാണാം. എല്ലാവരോടും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.